ഹായ്, വെൽക്കം ടു ഓർക്കിഡ് വില്ല. ഞാൻ മാക്സി ജൂഡാണേ. ഇത് നമ്മുടെ ഓർക്കിഡ് വില്ലയുടെ ഗാർഡൻ അല്ല കേട്ടോ. ഞാനൊരു ആൻ്റണി ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് എടുക്കുന്നതാണേ. നമുക്ക് സെയിൽസിനുള്ള അഡീനിയമാണ് കേട്ടോ. ഇതൊക്കെ അഡീനിയം പ്ലാന്റ്സ് ആണേ. എൻ്റെ കോഡക്സൊക്കെ ഉണ്ടോ. അന്വേഷിക്കട്ടെ മോനെ, എന്നിട്ട് പറയാം കേട്ടോ. ഒരു മുറി. ശരി, അത്ര ഓക്കെ. ഇത് കണ്ടോ, ഇതാണ് കേട്ടോ നമ്മുടെ ഡബിൾ ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള അഡീനിയം. ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലായിരുന്നു, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലായിരുന്നു. അത് ഇതാണ് കേട്ടോ. ഇത് നമ്മുടെ ആൻ്റണി ചേട്ടൻ്റെ വീട്ടിലുള്ളതാണ് കേട്ടോ. ഇത് കണ്ടോ, കോഡക്സ് കണ്ടോ. ഇത്രയും വലിയ കോഡക്സിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് നമ്മൾ ഇത്ര റേറ്റ് പറയുന്നത് കേട്ടോ. ഓക്കെ, കണ്ടല്ലോ. അപ്പോൾ ഞാനേ ഇപ്പോൾ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആൻ്റണി ചേട്ടനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതാണ് കേട്ടോ നമ്മുടെ ആൻ്റണി ചേട്ടൻ. ആൻ്റണി ചേട്ടാ, വെൽക്കം ടു ഓർക്കിഡ് വില്ല. ചേട്ടനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യോ? പിന്നെ ചെയ്യാമല്ലോ. ഹലോ, എൻ്റെ പേര് ആൻ്റണി എന്നാണ്. ഞാനൊരു ടെക്നീഷ്യനായിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നിന്ന് റിട്ടയർ ചെയ്ത ഒരാളാണ്. ചെറുപ്പം മുതൽ ചെടിയോട് എനിക്ക് വളരെ കമ്പമുള്ള ആളാണ്. ഇപ്പോൾ ഞാൻ ചെടി റോസൊക്കെ ഇരുന്ന് ഇഷ്ടം പോലെ, അതെല്ലാം മാറി ഇപ്പോൾ അടീനിയത്തിലേക്ക് മാത്രം മാറിയിരിക്കുകയാണ്. ഓരോ അടീനിയത്തിലും ഓരോ ചെടിയിലും 3-4 തരം ഗ്രാഫ്റ്റ് ചെയ്ത് ഉണ്ടാക്കലാണ് എൻ്റെ പണി. ഗ്രാഫ്റ്റ് ചെയ്യും.
ഒരു ചെടിയിൽ തന്നെ 3 തരം 4 തരമൊക്കെ ഉണ്ടാകാറുണ്ട്. അത് എൻ്റെ വിത്തെല്ലാം ആകപ്പാടെ ഞാൻ ഒരു 7 കൊല്ലത്തിന് മുൻപ് 3 ചെറിയ ചെടി വാങ്ങിക്കൊണ്ടുവന്നതാണ് ഫ്ലവർ ഷോയ്ക്ക് പോയപ്പോൾ. അവിടെ നിന്ന് കൊണ്ടുവന്ന സാധനത്തിൽ നിന്ന് ഉണ്ടാക്കിയതാണ് ഈ കാണുന്ന മുഴുവൻ. നന്നായിട്ട് ചെയ്യാൻ നമുക്ക് നന്നായിട്ട് ചെയ്യാം. ഇത് മരുഭൂമിയിലെ ചെടിയാണ്, പ്രത്യേകത പറഞ്ഞ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മരുഭൂമിയിലെ ചെടിയാണ്. ഒരു ലിമിറ്റിൽ കൂടുതൽ വെള്ളം ഇതിനാവശ്യമില്ല. നല്ല വെയിൽ കിട്ടണം, അത് നിർബന്ധമാണ്. ഇത് ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്നതാണ്, ഇത് ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്നതാണ്. ഒറിജിനൽ ചെടി ഇതാണ്. അതുമേലെ ഇപ്പം ഇതൊരു തരം, ഇത് വേറൊരു തരം, ഇത് വേറൊരു തരം. അതിവിടെ കാണിച്ച്, ഇവിടെ നോക്ക്, കണ്ട, ഇത് വേറൊരു തരം. ഇത് 3 തരം പൂക്കൾ ഇതുമേലെ ഉണ്ടാവും, നന്നായിട്ടുണ്ടാവും. അതിനെല്ലാത്തിനും ഇത് ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ പിടിക്കണമെങ്കിൽ നല്ല ആരോഗ്യമുള്ള ചെടിയായിരിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആന്റണി ചേട്ടാ, നമ്മളെ ഈ ഇത് എങ്ങനെയാണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് അതൊന്ന് പറഞ്ഞു തരുന്നത്. ഇതുപോലത്തെ ഒരു കമ്പെടുക്കുക, ഇതുപോലത്തെ ഒരു കമ്പെടുത്ത് ഇതേ സെയിം വലിപ്പമുള്ള വേറൊരു നല്ല ആരോഗ്യമുള്ള ചെടിയിൽ ഇതേ വണ്ണമുള്ള കമ്പ് മുറിച്ചെടുത്തിട്ട് ഇതും മുറിച്ച് അത് ചേന്തി ഇങ്ങനെ ഒട്ടിച്ചു വെക്കണം. ചേന്തി ഒട്ടിച്ചു വെച്ചാൽ 1.5 മാസം, കുറഞ്ഞത് 1.5 മാസം കൊണ്ട് അത് ശരിക്കും വളരും. ഒരു കുഴപ്പമില്ല. വളരാതെ തന്നെയാണ് എടുത്ത് പിന്നെ കളഞ്ഞു വെച്ചാൽ മതി, വേറെ വെക്കണം. അതിന് വേണ്ടിയാണ് ഇതുപോലെ ഇങ്ങനത്തേക്ക് ആയി കഴിയുമ്പോഴേക്കും ഉടനെ ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ചേട്ടാ, നമ്മളില്ലേ ഇപ്പൊ ഈ ഗ്രാഫ്റ്റ് ചെയ്യുന്നതിൽ നമുക്ക് ഇങ്ങനെ വിത്ത് വരുമോ? ഇങ്ങനെ വിത്ത് വരുമോ? ഗ്രാഫ്റ്റ് ചെയ്തണല്ല, ചെയ്ത് കഴിഞ്ഞാൽ പറയാനേ പറ്റുള്ളൂ. ഈ ചെടിക്ക് പൊതുവെ ഡബിൾ പെറ്റൽസ് ഉള്ള ഇതിനൊന്നും വിത്ത് വന്നില്ല. ഇത് ഒരെണ്ണത്തിന് യാദൃശ്യമായിട്ട് വന്നേക്കണതാണ്. അത് വളരെ കാര്യമായിട്ട് ഞാൻ ശ്രദ്ധിക്കുകയാണ്. കാരണം ഇതുപോലത്തെ വേണമല്ലോ. ഇതുപോലുള്ള നല്ല ഹെൽത്തി പ്ലാന്റിൽ നിന്ന് ഇതുപോലത്തെ കഷ്ണം, ഇതുപോലെ വണ്ണമുള്ള കമ്പ് എടുത്തിട്ട് വേണം ഇതേ ആരോഗ്യമുള്ള ചെടിയിൽ വെച്ച് പിടിപ്പിക്കാൻ. അങ്ങനെയാണോ ഡബിൾ ഇത് ചെയ്യുന്നത്? ഗ്രാഫ്റ്റഡ് അങ്ങനെയാണല്ലോ ഡബിൾ ഗ്രാഫ്റ്റഡ്. ഇതിൽ നിന്ന് നമ്മൾ എടുത്ത് മാറ്റി നടണോ അല്ലേ? അപ്പൊ അതായത് മദർ പ്ലാന്റിൽ നിന്ന് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വേറെ ഇതായിട്ടുള്ള എടുത്ത് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ? അപ്പോൾ അത് ചെയ്തു വരുമ്പോ 1.5 മാസം, ഏറ്റവും കുറഞ്ഞ 1.5 മാസം വേണം. എന്നാലേ അത് ശരിക്ക് അത് അതിന്റെ കൂമ്പ് വന്ന് പൂ വരെയും വരും ആ 1.5 മാസത്തിനുള്ളിൽ. 1.5 മാസത്തിനുള്ളിൽ അപ്പൊ ഫുൾ ഗ്യാരണ്ടി ആയിരിക്കും, ശരിക്കും പിടിക്കും. 1.5 മാസം പിടിച്ചു കിട്ടുമല്ലേ? ഇതാണിത്, ഒരു 1.5 മാസമായിട്ടുണ്ട് പിടിച്ചതേ. പുതിയ മുളയൊക്കെ വന്നിട്ട് അല്ല, അത് നന്നായി പിടിച്ചതാണത്. അപ്പൊ ഇങ്ങനെയാണല്ലേ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വെക്കുമ്പോ വന്നതല്ലേ? 1.5 മാസം കഴിയുമ്പോ ഇങ്ങനെ ആവും അല്ലേ? മുള വന്നോളും, മുളയും വരും. അതിന്റെ കൂടെ ചിലപ്പോൾ പൂവുണ്ടാവും. ഇങ്ങനെയാണ് ഗ്രാഫ്റ്റ് ചെയ്ത് വരുമ്പോ വന്നതല്ലേ? ഓക്കെ. അതാണ് ഇത് ഗ്രാഫ്റ്റ് ചെയ്തത് ഇങ്ങനെയാണല്ലേ വരുന്നത്? ഇവിടുത്തെ ഗ്രാഫ്റ്റ് വലുതായല്ലേ? ഗ്രാഫ്റ്റ് ചെയ്തത് വലുതായതാണല്ലേ? ഇതും ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കണേന്നല്ലേ? ഇതിപ്പോ 1.5 മാസം കൊണ്ടായതാണല്ലേ? ഇത് കൂടുതലായിട്ടുണ്ട് അല്ലേ? ഇത് കൂടുതലായിട്ടുണ്ട്. ഇത് 1.5 മാസമായിട്ടുണ്ട് അല്ലേ? നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴേക്കും ബെല്ലൈക്കണിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾ എന്നൊരു ഓപ്ഷൻ കിട്ടും. ആ ഓപ്ഷനിൽ നിങ്ങൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം ഞാൻ ഇത് അഡീനിയത്തിൻ്റെതായ പോട്ടി മിക്സിനെ കുറിച്ചും ഫെർട്ടിലൈസറിനെ കുറിച്ചുമാണ് വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോഴേക്കും നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ വരും.
പിന്നീട് ഇതിപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ പൂവ് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ, ഷെയർ ചെയ്യുക. പിന്നെ കമൻറ്റ്, കഴിഞ്ഞ വീഡിയോയിൽ എനിക്കൊരു കമൻറ്റ് വന്നിരുന്നു, അതായത് ഈ പ്ലാന്റിനെ കുറിച്ചൊന്ന് അറിയണം എന്നും പറഞ്ഞൊരു കമൻറ്റ് വന്നിരുന്നു. അതാണ് ഇപ്പോൾ ഞാനിത് ചെയ്യുന്നത്. അടുത്ത പ്രാവശ്യം ഞാൻ എത്രയും പെട്ടെന്ന് വീഡിയോ അടുത്തത് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക. കുറവുകളൊക്കെ ഉണ്ട് നമുക്ക്, അപ്പോൾ ഒന്ന് സഹകരിക്കുക. ഓക്കെ.